ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം അതാ വേറെ ആരും ആക്കിയതൊന്നല്ല, മുസ്ലിമുകളായ ആളൊന്നും ആക്കിയതല്ല, യഹൂദികളൊന്നും ആക്കിയതൊന്നുമല്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനോട് കൊന്നത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾമാരേറ്റുള്ളത് വല്ലാത്ത ഖേദമുള്ള വിഷയങ്ങൾ. മുസ്ലിമീങ്ങളായ ആൾമാർ അതാ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബയ്യത്താക്കട നിങ്ങൾക്ക് ഖലീഫ ആക്കട ചൊല്ലെ വിഷയങ്ങളെല്ലാം പത്രത്തിലൂടെ ഏകദേശം 150ഓളം പത്രം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കടത്തിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതാ ഒറ്റയ്ക്ക് അവിടേക്ക് പോയിട്ടില്ല. അതാ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം മനുഷ്യരുടെ ആളുടെ അതാ കൂഫ ചൊല്ലെ ആ റായത്ത് കടത്തിട്ട് അവിടുത്തെ വിഷയങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് രണ്ട് അനുയായികളെല്ലാം അവിടെ ഉള്ളാറ ചൊല്ലെ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പ്രവചിച്ചിട്ട് അതാ മുസ്ലിം ഹജ്ജാജ് റളിയല്ലാഹു അൻഹു കടത്തിട്ട് പക്ഷേ മുസ്ലിം റളിയല്ലാഹു അൻഹുടെ അവിടെ വെച്ചിട്ട് അവിടുത്തെ ആൾമാർ കൊന്നാറ്. അവിടുത്തെ ഗവർണറായിട്ടുള്ള അതാ യസീദ് മുആവിയ റളിയല്ലാഹു അൻഹുടെ മോനായ യസീദിനെ ഗവർണറായിട്ട് അവിടെ കടത്തിയത്. അവന് വല്ലാത്തൊരു കൂലിയായിട്ട് ഈ യസീദും വല്ലാത്ത കൂലിയായിട്ട് അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതാ കുടുംബ സമേതം ഏകദേശം 75ഓളം മറ്റേ ആൾമാരെ കൂട്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അതാ കർബല ചൊല്ലെ ആ ജാഗത്തേക്ക് കൂഫത്തേക്ക് പോകുന്നു. കൂഫത്ത് പോയിട്ടാകുമ്പോൾ അവിടുത്തെ ആൾമാർ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു വല്ലാതെ വഞ്ചിക്കരാറ്, ആക്രമിക്കരാറ്. അതാ എത്ര ദൂരം ചെന്നിട്ടായെങ്കിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പെഞ്ഞെ മക്കൾക്ക് കുടുംബക്കാർക്ക് തന്നെ പോലും കൊടുക്കാതെ അതാ തന്നെ നിഷേധിച്ച് അതാ അതൊരു സമയം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല ചൊല്ലെ ആ ഒരു രണാങ്കണത്തിൽ അതാ ശത്രുപക്ഷത്തിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് ആൾമാർ അമല കയ്യിൽ നല്ല നിലക്കുള്ള ശസ്ത്രാസ്ത്രങ്ങളെല്ലാം ഉണ്ട്. യുദ്ധത്തിന് വേണ്ട എല്ലാ ആയുധങ്ങൾ അങ്ങരടിയാക്കി വന്നതാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതൊന്നും റെഡിയാവാണ്ട അതാ കർബല ചൊല്ലെ ആ രണാങ്കണത്തിൽ വെച്ചിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തല ഒന്ന് അവിടെ കട്ടാക്കിടാറ്, ശരീരം ഒന്ന് വേറാവൂ, തല ഒന്ന് വേറാവൂ. അങ്ങനെ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു തലയുടെ എടുത്തോണ്ട് അതാ ഒരു കോഴിയുടെ കുത്തിട്ട് തലയുടെ മേലെ വെച്ചിട്ട് ഇതാ ഈ തലയുടെ പിടിച്ചിട്ട് ഇങ്ങനെ പെരവണങ്ങി ആക്കി ഓടിക്കിടാറ്. അപ്പോ ആ ഒരു സന്ദർഭത്തിൽ ആ റായത്തുള്ള യഹൂദിയായ ഒരു മനുഷ്യ കണ്ടു. ഇതിൽ കണ്ടിട്ടാമത് ചൊല്ല് നമുക്ക് മാത്രം ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പരലോകത്ത് ഇങ്ങനെയുള്ള ആൾമാർപ്പിക്കേണ്ടായെങ്കിൽ ഞങ്ങൾ ഈ നിലക്ക് ഒരിക്കലും ആക്രമിക്കാനാത്തു, ഉപദ്രവിക്കാനാത്തു, കൊല്ലാനാത്തു, ഞങ്ങൾ നല്ലതുപോലെ ബഹുമാനിക്കാത്ത. പക്ഷേ നിങ്ങൾ ഈ നിലക്ക് കുതന്ത്രങ്ങൾ ആക്കിയോണ്ട് ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നാറ്. ഞങ്ങൾക്ക് ഇണ്ടത്തെ ഒരു നാല് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ തല വന്നു രണ്ട് ഔട്ടിൽ വെക്കുള്ള പെർമിഷൻ നിങ്ങൾ തരണോ? അങ്ങനെ ചെന്നിട്ടാമത്തു അതാ അവിടുത്തെ ആൾമാർ ഹുസൈൻ റളിയല്ലാഹു അൻഹു തല എടുത്തിട്ട് അതാ ആ യഹൂദിനെ ഔട്ടുക്ക് കൊടുക്കുന്നു. ആ യഹൂദി അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയുടെ ചന്തത്തിൽ കൽകിയിട്ട് ആ ചോരെല്ലാം ചന്ത ക്ലീൻ ആക്കിയിട്ട് ആ മുടിയെല്ലാം വാരി കൊടുത്തിട്ട് നല്ലതുപോലെ അത്തരെല്ലാം പൂശിയിട്ട് അതാ ഇങ്ങനെ വിക്കട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തലയുടെ പിറ്റാണ്ടാമത്തു അതാ ശത്രുമാർ വന്നാരെ എടുത്തോണ്ട് പോണ്ടാറ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ യഹൂദിയായ ആള് മരിക്കുന്ന ടൈമിൽ കിനാവൽ വന്ന് ചൊല്ലുകൊടുക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ചെന്നിട്ട് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് മാത്രമേ ചൊല്ലുള്ളൂ. വലിയ വിഷയങ്ങളായിട്ട് അതാ അങ്ങനെ ആ യഹൂദിയായ ആള് മരിക്കുന്ന ടൈമിൽ ഇസ്ലാം കിട്ടിയിട്ട് മുഅ്മിനായിട്ട് മരിക്കുന്ന രംഗായിട്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെല്ലാം പരിശുദ്ധ കിതാബിലൂടെ കണ്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ നിലക്ക് വലിയ മഹത്വമുള്ള മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ചെന്ന വിഷയിക്കിട്ടാമത്തു അതാ അണ്ടത്തെ നാളിൽ പല നിലക്കുള്ള ആചാരങ്ങൾ, പല നിലക്കുള്ള ഷിയാക്കൾ അതാ ഈമാൻ കൊണ്ടുപോയില്ല, ഈമാനില്ലാത്ത ആൾമാരായിട്ട് കിടാറ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ഒരു ഷഹീദിനെ ആ ഒരു കാരണം കൊണ്ടിട്ട് സ്വന്തം ശരീരത്തെ അതാ മുറിച്ചിട്ട് കീറിയ ഒരു രംഗം നമ്മളെല്ലാവരും കാണാൻ കഴിയും. ഈജിപ്തിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ പോയിട്ടായി അവിടെ കാണുക സാധ്യമുള്ളൂ. അങ്ങനെ ഈ മുഹറം 10 പരിശുദ്ധ ഇസ്ലാം ദീൻ നമുക്ക് പരിപാടി തന്നത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടി തന്നത് നിങ്ങൾ ഇസ്ലാമിലെ ഒരു ആചാരമായിട്ടുള്ള പരിശുദ്ധ നോമ്പ് നോക്കണം. ആ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധ മുഹറം 10 ഇന്നത്തെ നാൾ നമുക്ക് നോമ്പ് നോക്കിയിട്ട് നമുക്ക് പരിപാടി തന്നത് ഹബീബായ തങ്ങൾ ചൊല്ല് അതാ ഞാൻ
പണ്ട് വർഷ ഹയാത്തിന്നുണ്ടായെങ്കിൽ മുഹറം ഒലിമ്പൊരു നോമമാണ് പിടിക്കലാണ്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടി തന്നത് അങ്ങനെ ഒലിമ്പും പത്തും പ്രത്യേകം നോമ്പ് നോക്കുക സുന്നത്തുള്ള ഒരു നാളായിട്ട് അല്ലാഹു തആല ഞങ്ങൾ പിടിച്ച നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ വെള്ളിയാഴ്ച നാള് ഇന്നത്തെ നാളും അത് മുഹറം ആശൂറയുടെ നാള് വലിയ ദുആക്ക് ഉത്തരമുള്ള ഒരു നാളായിട്ട് ഹബീബായ തങ്ങൾ ഒരേ ഹദീസ് വിശദീകരിച്ചു ചൊല്ലു ഫീഹി സാഅത്തുൻ അതാ വെള്ളിയാഴ്ച ഒരു ടൈം ഉണ്ട്. ആ ഒരു ടൈമില് ഒരാള് അതാ ദുആ ഉണ്ടായെങ്കിൽ നല്ല ഇബാദത്ത് എടുത്തിട്ടായെങ്കിൽ അതാ ആ ദുആക്ക് ഉത്തര കണ്ടിട്ടാണ്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടി തന്നത് അത് ഏത് ടൈം കൊണ്ട് ഹബീബായ തങ്ങൾക്ക് വ്യക്തമായിട്ട് പരിപാടി തന്നിട്ടില്ല. അപ്പൊ വെള്ളിയാഴ്ചത്തെ എല്ലാ സമയവും നല്ലതുപോലെ അള്ളാഹുവിനെ കൊണ്ട് പ്രാർത്ഥിക്കാനായ ഒരു ടൈമും കൂടിയായിട്ട് ഒരു നാളും കൂടിയായിട്ട് അല്ലാഹു തആല ഈ പരിശുദ്ധ വെള്ളിയാഴ്ച നാളെയും മുഹറം ആശൂറയുടെ നാളെയും വിജയികളെ കൂടുതൽ നിങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയോ അംബിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല കേട്ടപ്പമേ ദുആക്ക് ഉത്തരം കൊടുത്ത് ഒരു നാളായിട്ട് ഈ പരിശുദ്ധ ആശൂറയുടെ നാള് അദ്ദുആഉ സുലാഹുൽ മുഅ്മിൻ ഹബീബായ തങ്ങൾ ചൊന്നേ അതാ ഒരു മുഅ്മിന്റെ ദുആ അത് അവന്റെ ആയുധ ഒരു മുഅ്മിനായ മനുഷ്യരുടെ ആയുധത്തിലുണ്ടായെങ്കിൽ അത് ദുആ ആയിട്ടെങ്കിലും എന്ത് പ്രതിസന്ധി വന്നിട്ടായെങ്കിൽ എത്ര വലിയ കഷ്ടം വന്നിട്ടായെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ട് വന്നിട്ടായെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യ മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവിനെ കൊണ്ട് രണ്ട് കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാണ് അത് ദുആക്ക് ഉത്തരം കണ്ടിട്ടായിട്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടി തന്നത് അല്ലാഹു തആല ഞങ്ങൾ ഇതുവരെ കേട്ട ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് ഈമാൻ കിട്ടി മരിക്കരെ നല്ല മുഅ്മിനീങ്ങൾ അല്ലാഹു ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.